ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കൺമണിയുടെ പ്രസവകാലം ആനന്ദം നിറയ്ക്കാൻ എല്ലാവരും മത്സരിച്ചു. എന്താഗ്രഹിച്ചാലും അത് കയ്യെത്തുന്ന ദൂരത്തുണ്ടാകും. ഒന്നിനും ഒരു കുറവും വരാതെ നോക്കാൻ എല്ലാവരും കൂടെ തന്നെ നിന്നു. രാധ ഇടയ്ക്കൊക്കെ കൺമണിയുടെ അടുത്ത് വന്ന് നിൽക്കും. പിന്നെ 3-4 ദിവസം കൂടെ തന്നെ കാണും. ഇന്നാണ് കൺമണിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. കാശി ഇറങ്ങിയിട്ടും കൺമണിയെ കണ്ടില്ല. കണ്ണാ, കഴിഞ്ഞില്ലേ ഒരുക്കം? വരുവാ കാശിയേട്ടാ. കയ്യിൽ ഫയലുമായി കൺമണി കാശിയുടെ അടുത്തേക്ക് വന്നു. എന്തേ കുഞ്ഞേ, വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട്. ഭയങ്കര ക്ഷീണമുണ്ട് കാശിയേട്ടാ. ഇന്ന് ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയണം. കുറച്ച് ദിവസമായി കാശിയും ശ്രദ്ധിക്കുന്നു കൺമണിയുടെ അവശത. ടോക്കൺ എടുത്ത് കാത്തിരുന്നു. ഓരോരുത്തരായി ഡോക്ടറുടെ റൂമിലേക്ക് കയറുമ്പോൾ തങ്ങളുടെ ഊഴവും കാത്തിരുന്നു. കാശിയും കൺമണിയും. ചില കുറുമ്പന്മാരും കുറുമ്പികളും വികൃതി കാട്ടുന്നതും അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ച് ഒളിച്ച് അവരുടെ കളിച്ചിരി നോക്കിയിരിക്കുമ്പോൾ അകത്തേക്ക് വിളിച്ചു. കൺമണിയെ ചെക്കപ്പിനായി കയറ്റുമ്പോൾ കാശിക്ക് വല്ലാത്ത പിരിമുറുക്കം തോന്നി. കുറച്ച് ദിവസമായി അവൾക്ക് ആകെ വയ്യായ്മയാണ്. സ്കാനിങ് കഴിഞ്ഞാണ് പിന്നെ കാശി കൺമണിയെ കാണുന്നത്. കാശി ഇരുന്ന് മുഷിഞ്ഞല്ലേ? ഡോക്ടർ സ്വതസിദ്ധമായ ചിരിയോടുകൂടി ചോദിച്ചു. ഡോക്ടർ കുറച്ച് ദിവസമായി കൺമണിക്ക് വല്ലാത്ത ക്ഷീണമാണ്. കാശി കൺമണിയെ നോക്കി ഡോക്ടറോട് പറഞ്ഞു. ഞാനത് പറയുമായിരുന്നു. ഇരട്ടി സന്തോഷമാണ് കാശിനാഥ. നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാണ്. അതാണ് കൺമണിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അനുഭവപ്പെടുന്ന ക്ഷീണം. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളും. പിന്നെ അല്പം കൂടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് ഒന്നും വേണ്ട. പ്രഗ്നൻസി അസുഖമൊന്നുമല്ല, ആസ്വദിക്കാനുള്ളതാണ്. കൂടെ ഉണ്ടായാൽ മതി. ശ്രദ്ധയോടെ കഴിക്കാനുള്ള മെഡിസിനും വൈറ്റമിൻ ടാബ്ലറ്റ്സും എഴുതിയിട്ടുണ്ട്. കാശിക്കും കൺമണിക്കും സന്തോഷം അടക്കാനായില്ല. അവളുടെ കൈ കാശി ചേർത്ത് പിടിച്ചു. വീടെത്തിയതും കൺമണി ഡോർ തുറന്ന് ചാടി ഇറങ്ങി. അവളുടെ നടത്തത്തിൻ്റെ വേഗം കണ്ട് കാശി ശാസനയോടുകൂടി വിളിച്ചു. കണ്ണാ. അവൻ്റെ വിളയിൽ നിറഞ്ഞു നിന്ന ഗൗരവം അവൾ തിരിച്ചറിഞ്ഞു. സൂക്ഷിക്കണേ. മുഖം വീർപ്പിച്ച് നിൽക്കുന്ന പെണ്ണിനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. 2 പേരും വരുമ്പോൾ അമ്മാവനും അമ്മയും ഹാളിൽ തന്നെയുണ്ട്. എന്തായി കുട്ട, ഡോക്ടർ എന്ത് പറഞ്ഞു? അമ്മ ഒരേ സമയം 2 തൊട്ടിൽ കെട്ടേണ്ടി വരും. ഇരട്ടകളാണ്. അതാണ് കണ്ണനീ ക്ഷീണം. എൻ്റെ കുന്നത്ത് ഭഗവതി, ഈ വീട്ടിൽ ഹോളി കളിക്കാൻ 2 പേരെ നീ ഒരുമിച്ച് അനുഗ്രഹിച്ചല്ലോ. കൺമണിയെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോള് സങ്കടപ്പെട്ടതിന് ദേവി കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. പിന്നെ വിശേഷം രാധ അറിഞ്ഞു. രാജീവനും രമേശനും. അങ്ങനെ കണ്ണൻ്റെ ഗർഭകാലം ഒന്നുകൂടി കളറായി. ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ എല്ലാത്തിനും അച്ഛനും അമ്മയും രാഗിണിയും കാശിയും കൂടെ കാണും. ഇടയ്ക്ക് രാധ വന്ന് 1-2 ദിവസം കൺമണിക്കൊപ്പം നിൽക്കും. പിന്നെ തിരികെ പോകും. കണ്ണനിപ്പോൾ 5 മാസമായി. വയറ് വലുതായി. ആളിപ്പോൾ നന്നായി വണ്ണിച്ചു. മുഖം ചുവന്നു തുടുത്തു. കാണാനിപ്പോൾ ചേലാണ്. വലിയ വയറും താങ്ങി നടക്കുന്നത് കാണുമ്പോൾ കാശിക്ക് സങ്കടമാണ്. എപ്പോഴും കാശി അടുത്ത് വേണം പെണ്ണിന്. ഇടയ്ക്ക് വിശ്വം എന്തൊക്കെയോ അത്യാവശ്യമായിട്ട് കാശിയെ അവിടേക്ക് വിളിച്ചു. പക്ഷെ കൺമണി പോകാൻ സമ്മതിച്ചില്ല. രാത്രിയിൽ കാശി അത്യാവശ്യം മീറ്റിങ്ങും കോൺഫറൻസും ഒക്കെ കഴിഞ്ഞേ കിടക്കാറുള്ളൂ. ഇന്നത് കുറച്ചധികം വൈകി. കാശി കിടക്കാനെത്തുമ്പോൾ കൺമണി ഉറങ്ങിയിട്ടില്ല. എന്തോ വലിയ ആലോചനയിലാണ്. കാശി അടുത്ത് വന്ന് കിടക്കുന്നത് പോലും അവൾ അറിഞ്ഞില്ല. കണ്ണാ, കണ്ണാ. കാശിയേട്ടാ, ഉറങ്ങിയില്ലേടാ? കാശി സ്നേഹത്തോടെ അവളെ തലോടി. എനിക്ക് ഏട്ടനെ കാണാൻ തോന്നുന്നു കാശിയേട്ടാ. കുറേയായി ഞാൻ കണ്ടിട്ട്. രാധയുടെ അമ്മ മരിച്ചപ്പോൾ അവിടേക്ക് ഏട്ടൻ വരുമെന്ന് കരുതി. പക്ഷേ വന്നില്ല. എനിക്കൊന്ന് കാണണം. കൺമണിയുടെ കണ്ണ് നിറഞ്ഞു. അതിനാണോ കുഞ്ഞെ കരയുന്നേ? ഞാൻ അന്വേഷിക്കാം. ഏട്ടനെ കൂട്ടി വരാം. ഇപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. കൂട്ടി വന്നാൽ മതി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ വരും. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. ഇനിയും ഉറക്കം മുഷിയല്ലേ? കാശി കൺമണിയുടെ വയറിൽ തഴുകി അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു. രമേശനെ വിളിച്ച് രാവിലെ തന്നെ കൺമണിയുടെ ഏട്ടൻ്റെ കാര്യം തിരക്കാൻ കാശി മറന്നില്ല. മൊബൈലുമായി പുറത്തേക്കിറങ്ങി. ആദ്യ ബെല്ലിൽ തന്നെ കോൾ കണക്റ്റ് ആയിരുന്നു. എന്താ കാശി രാവിലെ? ഞാനൊരു കാര്യം തിരക്കാൻ വിളിച്ചതാ. അവിടെ അമ്മ മരിച്ചപ്പോഴൊന്നും കൺമണിയുടെ ഏട്ടനെ കണ്ടില്ലല്ലോ. ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. ഞാനും അന്നത്തെ സിറ്റുവേഷനിൽ അത് മറന്നുപോയതാണ്. എന്താ കാശി ഇപ്പോൾ കുട്ടനെ തിരക്കാൻ? കണ്ണൻ ഏട്ടനെ കാണണമെന്ന് ഒരേ നിർബന്ധം. നീയൊന്ന് അന്വേഷിച്ച് വെക്ക്. ഞാൻ വൈകുന്നേരം വിളിക്കാം. രമേശൻ്റെ വീടിന് 3 കിലോമീറ്റർ അകലെയാണ് കുട്ടൻ്റെ വീട്. രാവിലെ ബൈക്കുമായി ഇറങ്ങി രമേശൻ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ ആളുതാമസമില്ലെന്ന് ശങ്കിച്ചു. രണ്ടും കൽപ്പിച്ച് ബെല്ലമർത്തി. അല്പം കഴിഞ്ഞ് ഒരു സ്ത്രീ രൂപം വാതിൽ തുറന്നു. രമേശൻ ഞെട്ടലോടെ അവരെ നോക്കി നിന്നു. ജയശ്രീ ചേച്ചി. അവരുടെ കോലം കണ്ടപ്പോൾ രമേശൻ ഞെട്ടിപ്പോയി. കുട്ടേട്ടനില്ലേ?
അവർ ഏങ്ങലോടെ അകത്തേക്ക് പോയി. പിന്നാലെ മടിച്ച് രമേശനും. ചേച്ചി. രമേശൻ സോഫയിലിരിക്കുമ്പോൾ അവനെതിരെ ജയശ്രീ ഇരുന്നു. ഞാൻ കുട്ടേട്ടനെ കാണാൻ വന്നതാണ്. കുട്ടേട്ട അകത്തുണ്ടോ? ജയശ്രീയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. ജയശ്രീ സംസാരിക്കില്ല. അവരുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ രമേശൻ ഞെട്ടിപ്പോയി. എന്താ എന്താ പറഞ്ഞത്? ജയശ്രീ ഇപ്പോൾ സംസാരിക്കില്ല രമേശ. നിങ്ങളുടെ അമ്മ മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പായിരുന്നു ഇവർക്കൊരു അപകടം സംഭവിച്ചത്. രാത്രിയിൽ സിനിമയ്ക്ക് പോയതാണ് രണ്ടും കൂടി. അവനന്ന് നല്ല സുഖമില്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ പോകാമെന്ന് ആവത് പറഞ്ഞു നോക്കി. പിന്നെ അതിൻ്റെ പേരിൽ വഴക്കായി. ഒടുവിൽ രണ്ടും കൂടി ആ രാത്രിയിൽ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. പുറത്തുനിന്ന് വാതിൽ പൂട്ടിപ്പോയി. അതാണ് പതിവ്. ഞാനും ഇവർ വന്നു കാണുമെന്ന് കരുതി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടുപേരും വന്നിട്ടില്ല. ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അന്ന് ഉച്ച കഴിയുമ്പോൾ 2 പോലീസുകാർ വന്ന് എന്നെയും കൂട്ടിപ്പോയി. മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. രാത്രിയിൽ അപകടം സംഭവിച്ച് റോഡിൽ കിടക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. ബോധം വീഴുമ്പോൾ കുട്ടൻ്റെ അവസ്ഥ. അവർ വിതുമ്പി. ആ സംഭവത്തിന് ശേഷം ഇവള് പിന്നെ സംസാരിച്ചിട്ടില്ല. 2.5 മാസം ആശുപത്രിയിൽ തന്നെയായിരുന്നു. എനിക്ക് കുട്ടേട്ടനെ കാണണം. രമേശൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കട്ടിലിൽ ഇടുപ്പറ്റം പുതച്ചു കിടക്കുന്ന ആ രൂപത്തെ നോക്കുമ്പോൾ രമേശന് വേദന തോന്നി. വെട്ടിയൊതുക്കാത്ത താടിയും മുടിയും. ഏകദേശം തങ്ങളെക്കാൾ 3-4 വയസ്സിന് മൂത്തതാണ് കുട്ടൻ. പക്ഷേ ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടാൽ. കുട്ടേട്ടാ. കസേര വലിച്ച് രമേശൻ അടുത്തേക്കിരുന്നു. പ്രതീക്ഷാസ്തമിച്ച കണ്ണുകളോടുകൂടി കുട്ടൻ രമേശനെ നോക്കി. ഇതെന്തൊരു കോലമാണ് കുട്ടേട്ടാ. അവൻ്റെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കി രമേശൻ. രമേശ, എനിക്ക് മതിയായി. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. ഈ കിടപ്പ് വയ്യ. എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. കണ്ണുകൾ നിറഞ്ഞ് ചെവിക്ക് പിന്നിലേക്ക് ഒളിച്ചു കണ്ണുനീർ തുള്ളികൾ. എൻ്റെ കണ്ണൻ അവളെ ഒന്നും അറിയിക്കരുത്. ആ പാവത്തിന് ഈ ഒരു കാഴ്ച കൂടി കാണാനുള്ള കരുത്തുണ്ടാകില്ല. ഒരു പ്രയോജനവുമില്ലാത്ത ഏട്ടനായി പോയി ഞാൻ. എൻ്റെ കുഞ്ഞിനെ കണ്ണു നിറയെ കാണാനുള്ള അവസരം പോലും ഇല്ലാതാക്കിയില്ലേ അമ്മയും മകളും കൂടി. എല്ലാ തെറ്റിനും ഉള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും എന്നെ അകറ്റിയില്ലേ. കുട്ടേട്ടാന്ന് പിന്നാലെ വിളിച്ച് നടന്ന എൻ്റെ പെങ്ങൾക്ക് പോലും ഈ അമ്മയും മകളും സ്വൈര്യം കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ എന്തായി? കുത്തുവാക്കുകൾ പറയാനല്ലാതെ ജയശ്രീ എപ്പോഴെങ്കിലും വാ തുറന്നിട്ടുണ്ടോ? ഈശ്വരൻ എന്നൊരാൾ മുകളിലിരിപ്പുണ്ട്. ഇതൊക്കെ കാണാതിരിക്കുമോ? എൻ്റെ കണ്ണനെയും ആ പാവശ്രീയെയും പഴിച്ചതിന് കിട്ടിയില്ലേ? പക്ഷേ ഇതൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടി വിഷമിക്കും. അത്രയ്ക്ക് പാവമാണ്. അവളെ ഒന്നും അറിയിക്കേണ്ട. അവളുടെ കുട്ടേട്ടനും കുടുംബവും ഈ നാട് വിട്ടു പോയെന്ന് പറഞ്ഞേക്ക്. എന്നെ ശപിച്ചു കൊള്ളട്ടെ. രമേശൻ എന്ത് പറയണമെന്ന് ആലോചിച്ച് ഒരു നിമിഷം ഇരുന്നു. തൽക്കാലം ഒന്നും പറയാൻ നിന്നില്ല. രമേശനോട് എന്തെങ്കിലും അവർ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവളുടെ കുട്ടേട്ടൻ അവളെ ജീവനായിരുന്നു എന്ന് പറയണം. അനിയത്തിയായിട്ടല്ല മകളായിട്ടാണ് സ്നേഹിച്ചതെന്ന് പറയണം. കണ്ണുകൾ പൂട്ടി മുഖം തിരിച്ചു വെച്ചു കുട്ടൻ. രമേശൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങി. ഏകദേശം ഉച്ചയോടടുത്താണ് രാജീവിൻ്റെ വിളി വന്നത്. റെഡിയായി നിൽക്കാൻ പറഞ്ഞായിരുന്നു കോൾ. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. രാജീവും കാശിയും കൂടി നേരെ രമേശൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. രമേശനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കാശി നിശബ്ദനായി നിന്നു. പുറമേ കാണിക്കുന്നില്ലെങ്കിലും കൺമണിക്ക് കുട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവളോട് എങ്ങനെ ഇതൊക്കെ പറയും? പറയാതിരുന്നാൽ ഈ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ സങ്കടം പോലും അവളെ ബാധിക്കും. പക്ഷെ പറയാതെ മറച്ചു വെക്കുകയാണെങ്കിൽ അവളുടെ ഏട്ടനും കുടുംബത്തിനും എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾ തന്നോട് ക്ഷമിക്കില്ല. എന്തുതന്നെയായാലും കൺമണിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് തന്നെ കാശി കണക്ക് കൂട്ടി. പക്ഷേ കൺമണിയോട് പറയുന്നതിന് മുൻപ് കുട്ടനെ കാണാമെന്ന് കാശി തീരുമാനിച്ചു. മൂവരും കൂടി നേരെ കുട്ടനെ കാണാൻ തിരിച്ചു. ബെല്ലടിച്ച് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ കാശിയുടെ മനസ്സിൽ കൺമണിയെ പലതവണ ജയശ്രീ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ദൃശ്യമാണ് മിന്നിമറഞ്ഞത്. കതക് തുറന്നു നോക്കിയപ്പോൾ പുറത്തു നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ജയശ്രീ തലകുനിച്ചു നിന്നു. കണ്ണുനീർ തുള്ളികൾ ഉരുണ്ടു വീണു. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യവുമില്ല. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ കുട്ടനെ കാണട്ടെ. 3 പേരും അകത്തേക്ക് പോയി. രാജീവും രമേശും ചേർന്ന് കുട്ടനെ എഴുന്നേൽപ്പിച്ചിരുത്തി. കാശിക്കുട്ടൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. സംഭവിച്ചതൊന്നും ഇനി തിരുത്താൻ കഴിയില്ല. അതൊക്കെ പോട്ടെ, ഇനിയും ഇങ്ങനെ തളർന്നിരിക്കരുത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. കണ്ണൻ അവളുടെ ഏട്ടനെ കാണണം. വേണ്ട കാശി, വേണ്ട. കുട്ടൻ കാശിയുടെ കയ്യിലിരുന്ന അവൻ്റെ കൈ മോചിപ്പിച്ചു. വേണ്ട, എനിക്ക് അവളെ കാണണ്ട.